പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഒരു പുതിയ പ്രൊജക്ട് കൂടി വരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഹരിത ഹൈഡ്രജൻ ആണ്. ഈ ഹരിത ഹൈഡ്രജൻ ഉപയോഗിച്ച് ബസ്സും ബോട്ടും നിരത്തിലിറങ്ങാൻ പോവുകയാണ്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമാണ് ഇതിന്റെ യൂണിറ്റുകൾ ആരംഭിക്കുക. ഏകദേശം 100 കിലോയോളം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 2 യൂണിറ്റുകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തുമാണ്. ഒരു വർഷത്തിനകം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 2 ജില്ലകളിലായിട്ടാണ് ഇതിന്റെ ആദ്യ ഉൽപാദനം നടക്കുന്നത്. അത് എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിൽ ജല അതോറിറ്റിയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപവും എറണാകുളത്ത് സ്ഥാപിക്കുന്നത് കൊച്ചിൻ കെമിക്കൽസ് ഫാക്ടറിക്ക് സമീപവുമാണ്. ഈ 2 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടും സ്ഥാപിക്കുക. ഹരിത ഹൈഡ്രജൻ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ 200 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങും. ഹരിത ഹൈഡ്രജൻ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ 200 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം തുടങ്ങും. കൂടുതൽ ജില്ലകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. ഇതിലൂടെ വമ്പൻ പദ്ധതികളാണ് പുറകെ വരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചി തുറമുഖം എന്നിവ കേന്ദ്രീകരിച്ച് ഹരിത ഹൈഡ്രജൻ പാർക്കുകൾ ഉൾപ്പെടെ വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കാൻ സ്വകാര്യ കമ്പനികൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 70,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ താല്പര്യം അറിയിച്ച് റിന്യൂ പവർ, ലീപ് എനർജി, HLC, എൻഫിനിറ്റി എന്നീ കമ്പനികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കേന്ദ്രാനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പദ്ധതികൾ ആരംഭിക്കും. ഹരിത ഹൈഡ്രജൻ കയറ്റി അയക്കാനും ഇതിലൂടെ പദ്ധതിയുണ്ട്. ഹരിത ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കാതെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം അധിഷ്ഠിതമാക്കി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹരിത ഹൈഡ്രജൻ. ജലകണികകളെ ഇലക്ട്രോളിസിസിലൂടെ വിഘടിപ്പിച്ച് സൗരോർജവും കാറ്റും ഉപയോഗപ്പെടുത്തിയാണ് ഇതിന്റെ ഉൽപാദനം. കാർബൺ പുറന്തള്ളൽ കുറവായതിനാൽ പരിസ്ഥിതി സൗഹൃദവുമാണ്. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് സമീപം കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും.